ഞെട്ടുന്നത്? ഞെട്ടിക്കുന്ന വാർത്തയാണ് ആശാനെ. എന്താ പെട്ടെന്ന് വായിക്കേ. ട്രംപ് ലോകത്തിന്റെ പ്രസിഡന്റാണ് താൻ എന്നുള്ള മട്ടിലാണ്. ഒരു കയ്യബദ്ധം, അമേരിക്കൻ പ്രസിഡന്റ് എന്നുള്ള മട്ടില്ല, ലോകത്തിന്റെ പ്രസിഡന്റ് ആണെന്നുള്ള മട്ടിൽ ഇപ്പോ പല നീക്കങ്ങൾ നടത്തുകയാണ്. അവനെ കിട്ടിയേ ഞാൻ അവനെ അരിഞ്ഞ് മുളകിട്ട് അങ്ങനെ തിന്നിടോ. ചതിക്കും. രാമോട്ടാ, അയല ഒന്നും ചെയ്യല്ലേ. എന്റെ ഭീഷണി എന്ന് പറഞ്ഞ കൊന്നുകളയും ഞാൻ. പഠിക്കില്ല കേട്ടോ. ക്ഷമിക്കണം, ഉപദ്രവിക്കരുത്, ജീവിതമാണ്. അത് ഇനി തുടർന്നുള്ള ദിവസങ്ങളിൽ എങ്ങനെ അനാവൃതമാകും എന്നുകൂടി നോക്കിയിട്ടാണ് പാർട്ടിയുടെ നിലപാടെടുക്കുക. പറയും, അതാ ശീലം. താനായിട്ട് വിചാരിച്ചാൽ മാറ്റാനാവില്ല. പോ ഇവിടെ ചോദിച്ചാ മതി. കണ്ടറിയണം കോശി, നിനക്കെന്താ സംഭവിക്കാതെ. കൊല്ലൂന്നുള്ള അയാളുടെ വാക്ക് വിരട്ടല്ല, തീരുമാനമാണ്. ചാവാതിരിക്കാൻ നോക്ക്. ചെല്ല്. കേന്ദ്ര കമ്മിറ്റി യോഗത്തിലേക്ക് എത്തുമ്പോഴേക്ക് സ്ഥിതിഗതികൾ കുറച്ചും കൂടെ വ്യക്തമാകും. അപ്പോ ചത്തോ കൊന്നോ മാത്രമേ തീരൂ. അത് തീരുമാനമാണ്. ചത്തിട്ടല്ല, കൊന്നിട്ട് തീരും. എന്റെ കാര്യം പറഞ്ഞ വേഗം രക്ഷപ്പെട്ടു. ഏതെങ്കിലും ഒരു നാട്ടിൽ ജീവിച്ചിരിക്കുന്നു എന്നറിഞ്ഞാൽ മാത്രം മതി ഞങ്ങൾക്ക്. ഇതന്നെ ഞങ്ങളുടെ ചോര തിളക്കിയാണ്. അവനെ കൈ കിട്ടിയാലുണ്ട്. ജീവിക്കാൻ ഇപ്പം ഒരു മോഹം തോന്നുന്നു. അതുകൊണ്ട് ചോദിക്കാൻ. നീ ഒന്നും പണയണ്ട. എന്നെ കൊല്ലാതിരിക്കാൻ പറ്റുമോ? ഇല്ല അല്ലേ? വണ്ടി എടുക്കു സുരേന്ദ്ര, സാക്ഷിയാകാൻ പറ്റില്ല. എന്ന സഖാക്കളെ മുന്നോട്ട് മുന്നോട്ട്.